പത്തനംതിട്ട റാന്നി അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിലെ പെന്തക്കോസ്ത് അധിനിവേശം നേരിട്ട് മനസ്സിലാക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഉന്നതിയിൽ. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയാണ് ഉന്നതിയിലെത്തിയത്. വനവാസി ജനവിഭാഗത്തെ കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ഇവരുമായി റാന്നി വനവാസി ഉന്നതിയിൽ നിന്നും ഗോകുൽ രമേശ് ചിരികയാണ്. കഴിഞ്ഞ ദിവസമാണ് പെന്തക്കോസ്ത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ വനവാസികളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇവിടുത്തെ പെന്തക്കോസ്തിൻ്റെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നടത്തിയ പ്രദേശവാസികളെയാണ് ഈ പെന്തക്കോസ്ത് പ്രവർത്തകരും അതിൻ്റെ നേതാക്കളും ചേർന്ന് ആക്രമിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ പെന്തക്കോസ്ത് അധിനിവേശം ഒരിക്കലും അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പ്രതിഷേധം, വിലയിരുത്തൽ, വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ ഇപ്പോഴും VHP നേതാക്കൾ അവിടെ സന്ദർശനം തുടരുകയാണോ? ഈ പ്രദേശവാസികളുമായി അരവിളയിലടക്കമുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു. നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ്? KB നിലവിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ സമ്പർക്കം നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കൂടി ഈ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായി മാറുകയാണ്. പ്രത്യേകിച്ച് ജനം TV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതായത് റാന്നി അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിൽ ഈ രീതിയിൽ സിയോൺ ബ്രദറൻ അസംബ്ലി എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് വിഭാഗം ഇത്തരത്തിൽ വ്യാപകമായിട്ട് കടന്നു കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വനവാസികളുടെ ഭൂമിയും അതോടൊപ്പം തന്നെ അവരുടെ വ്യാപകമായിട്ട് അവരുടെ ആൾക്കാരെ മതപരിവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച ഈ വനവാസി ജനവിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം അവർ ഇവിടെ സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിലേക്ക് ഈ പെന്തക്കോസ്ത് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും വനവാസി വിഭാഗക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്ത വാർത്തയും നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് എന്തായാലും ഈ വനവാസി വിഭാഗക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിരക്ഷയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ ഉന്നതിയിലേക്ക് നേരിട്ടെത്തി ഇവിടുത്തെ ജനങ്ങളെ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെയുള്ള ഊരുമൂപ്പനെയും അതോടൊപ്പം തന്നെ ഈ അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രവർത്തകരും നേരിട്ട് സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഭൂമിയും സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിയമപരിരക്ഷ VHP ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിയമ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ കോളനിയിലേക്ക് അതായത് ഉന്നതിയിലേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളും VHP വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യ പരിരക്ഷ അടക്കം മുൻനിർത്തിക്കൊണ്ട് മെഡിക്കൽ ക്യാമ്പുകളടക്കം സംഘടിപ്പിക്കുമെന്നുള്ള കാര്യം VHP അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഭക്ഷ്യക്കിറ്റുകളടക്കമുള്ള സഹായങ്ങൾ, ആ രീതിയിലുള്ള സഹായങ്ങളും സേവനങ്ങളും ഒക്കെ VHPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും VHP പ്രവർത്തകർ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കൂടി ഈ ഉന്നതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവിടുത്തെ വനവാസി ജനവിഭാഗത്തെ ഹൈന്ദവ സംഘടനകൾ ചേർത്ത് പിടിക്കുകയാണ്. തങ്ങളോടൊപ്പം ഈ സംഘടനകളും ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകുകയാണ് ഈ ഹൈന്ദവ സംഘടനാ നേതാക്കൾ. ഒപ്പം ഈ VHP പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം കൂടിയിട്ടുണ്ട്. അതായത് ഒരു വനവാസി വിഭാഗം, മലവേട വിഭാഗത്തിന് നേരെയാണ് പെന്തക്കോസ്തുകാർ ആക്രമണം അഴിച്ചു വിടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും കേരളത്തിലുള്ള സാംസ്കാരിക നായകരും ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഒന്നും തന്നെ ഇതുവരെയും ഒരക്ഷരം ഉരിയാടാനായിട്ട് തയ്യാറായിട്ടില്ല. അവർ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് VHP ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയ വായിൽ സംസാരിക്കുന്ന ഇക്കൂട്ടരെ ഒന്നും ഇവിടെ ഈ അടിച്ചിപ്പുഴയിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നിട്ട് ഇങ്ങോട്ടേക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ ഇതിലൊരു പ്രതികരണവും നടത്തുന്നില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. എന്തായാലും നിയമ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഈ അക്രമികൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി VHP ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വനവാസി ജനവിഭാഗങ്ങൾക്ക് ഈ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സമ്പർക്കം വലിയ ആത്മവിശ്വാസം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സാധ്യതയാണ് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനവാസി വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി VHP ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും VHP പ്രവർത്തകർ അല്പസമയം മുമ്പാണ് അവിടെ സന്ദർശനം നടത്തിയത്. അല്പസമയത്തിനകം തന്നെ ഹിന്ദു ഐക്യവേദി നേതാക്കളും അവിടെ എത്തും. അവിടുത്തെ പ്രദേശവാസികളെ കാണും. അവർക്കുള്ള എല്ലാ പിന്തുണയും അവർ നൽകും. ഗൂഗിൾ രമേശാണ് വിവരങ്ങൾ നൽകിയത്.